ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി എഗ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് തയ്യാറാക്കാൻ ബിരിയാണി റൈസിൻ്റെ ആവശ്യമൊന്നുമില്ല. എളുപ്പത്തിൽ 5 മിനിറ്റ് കൊണ്ട് തന്നെ ബിരിയാണി റെഡിയാക്കാം. ഈ ബിരിയാണി ഉണ്ടാക്കാൻ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിലേക്ക് ഒരു കഷ്ണം പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്കായ, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു കഷ്ണം പട്ട, 2 കുരുമുളക്, 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് ഇതെല്ലാം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് 2 സവാള മുറിച്ചതും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു മിക്സി ജാറിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില, 2 പച്ചമുളക് ഇതെല്ലാം കൂടെ ഒന്ന് കറക്കിയെടുത്ത ശേഷം സവാളയിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെ എല്ലാം പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി മുറിച്ച് ചേർത്ത് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ആദ്യം ഇട്ട് കൊടുക്കാൻ വിട്ടുപോയി. ആദ്യം ഗ്രാമ്പു, ഏലക്കായ, പട്ട ഇടുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ മതി. തക്കാളി ഇട്ട് വഴറ്റിയ ശേഷം 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. പൊടികളുടെ പച്ചമണലൊന്ന് ചെറുതായി മാറി വരുമ്പം ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുത്ത് 3 മുട്ടയാണ് പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. 3 മുട്ടയും ചേർത്ത് 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കണം. തൈരിന് പകരം ചെറുനാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 മുട്ടയിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കുറച്ച് സമയം ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന അരി ഉണക്കലരിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഉണക്കലരി കൊണ്ട് ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാണ്. ഇത് ഇവിടെ തന്നെ നെല്ല് കുത്തിയെടുത്ത അരിയാണ്. ഈ ഉണക്കലരി 3/4 കപ്പ് ഉണക്കലരി എടുത്തിട്ടുണ്ട്. ആ ഉണക്കലരിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ അരി കൊണ്ട് നല്ല ബിരിയാണി ഉണ്ടാക്കാം. ഇനി അരി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുത്ത ശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 3/4 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഉണക്കലി അരിക്ക് പകരം പച്ചരി എടുത്ത് ഇതുപോലെ ഉണ്ടാക്കുക. നല്ല സ്വാദാണ്. ഇനി ഇത് നല്ലപോലെ ഇളക്കി ഈ സമയത്ത് ഉപ്പെല്ലാം നോക്കി അടച്ച് വെച്ച് നല്ലപോലെ തിളച്ച് വരുമ്പോൾ അടച്ച് വിസിലിട്ട് കൊടുത്ത് 2 വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്ത് തണുത്ത ശേഷം തുറന്നെടുത്താൽ പാകത്തിന് റെഡി ആയിട്ടുണ്ടാവും. ഇതൊക്കെ കണ്ടില്ലേ, തണുത്ത ശേഷം തുറന്ന് പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ചൂടോടെ ആയതുകൊണ്ടാണ് കുറച്ച് അരി വളർന്ന് നിൽക്കാത്തത്. തണുക്കുമ്പോഴത്തേക്ക് പാകത്തിന് റെഡിയാവുക. തണുത്ത് വന്നിട്ടുണ്ട്. നല്ല രുചിയുള്ള നമ്മുടെ എഗ് ബിരിയാണി റെഡിയായി. ഉണക്കലരി കൊണ്ടുള്ള. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. താങ്ക് യു ഫോർ വാച്ചിങ്.